വയനാട് പുൽപ്പള്ളിയിൽ BJP പിന്തുണയിൽ വിജയിച്ച 2 കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു. സെലിൻ മാനുവൽ, ഗീത കുഞ്ഞികൃഷ്ണൻ എന്നിവരാണ് രാജിവെച്ചത്. DCC നിർദ്ദേശം അനുസരിച്ചാണ് രാജി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വനിതാ സംവരണ സീറ്റുകളിലേക്ക് മത്സരിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ 8 വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. കൂടാതെ അഡീഷണൽ 4 വോട്ടുകൾ കൂടി ലഭിച്ചിരുന്നു. ആ വോട്ടുകൾ BJPയുടെ വോട്ടുകളാണ് എന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ ആ സ്ഥാനം രാജിവെച്ചു. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ 2 പേർക്കുമെതിരെ വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പുൽപ്പള്ളി BJP പിന്തുണയിൽ ജയിച്ച അംഗങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് CPM-ഉം ഉയർത്തിയത്. ഇപ്പോൾ DCCയുടെ ഒരു സമ്മർദ്ദം കൊണ്ടാണോ ആ 2 പേരും രാജിവെച്ചത്? മുമ്പാണ് വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ KPCC ക്യാമ്പ് നടന്നത്. അതിന് പിന്നാലെ നടന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ചേർന്നുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിക്കുന്ന ഒരു കാഴ്ചയാണ് പുൽപ്പള്ളിയിൽ കണ്ടത്. 8 അംഗങ്ങളാണ് ഇവിടെ UDF-നുള്ളത്, 9 അംഗങ്ങൾ LDF-നും 4 അംഗങ്ങൾ BJPക്കുമുണ്ട്. അപ്പൊ ഇന്നലെ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 2 അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 2 പേർക്കും കിട്ടിയത് 12 വോട്ടുകളാണ്. അപ്പോൾ UDF-ന്റെ 8 വോട്ടും BJPയുടെ 4 വോട്ട് തന്നെയാണ് ഇവർക്ക് ലഭിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെയാണ് ഇപ്പോൾ CPM ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വന്നത്. എന്നാൽ ഈ വിഷയം വിവാദമായതിനെ തുടർന്ന് DCC നേതൃത്വം ഇടപെടുകയും ഇന്നലെ വിജയിച്ച 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോട് രാജിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും പിന്നെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ്, അതായത് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണുള്ളത്, മൂന്നാമതായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് BJP ആണെന്നുള്ളതാണ് ധാരണ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇന്ന് വിട്ടുനിൽക്കാൻ തയ്യാറായത്. അതേ തുടർന്നും ഈ DCC നേതൃത്വം ഇടപെടുകയും പിന്നീട് ഈ ഒരു വിഷയം, അതായത് ഈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇനി വീണ്ടും പുൽപ്പള്ളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കും. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.